യെസ്. അപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ഈ ArcGIS-ലേക്ക് എന്ത് ചെയ്തു, ഇന്നലെ ഇമേജ് ലോഡ് ചെയ്തു അല്ലേ? ലോഡ് ചെയ്തില്ലേ? ഇതൊക്കെയല്ലേ ആ ഇമേജ് ആണോ? ഞാനിപ്പോ ഇതേപോലെ നിങ്ങളും എന്ത് ചെയ്യണം, ഇതേപോലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എല്ലാം ഫോൾഡറിലായിരിക്കണം സേവ് ചെയ്യേണ്ടത്. ഈ ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരോട് പ്രത്യേകം പറയുന്നത്, നമ്മളെ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കണം. ഫോൾഡറിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഇമേജ്, ഈ ഇമേജ് കണ്ടത് ഓർക്കുന്ന നീ ഓർക്കുന്ന ഇന്നലെ കണ്ട ഇമേജ്. അപ്പൊ നമ്മൾ ഇന്നലെ എങ്ങനെയാ, ഇതാണ് ArcGIS. ArcGIS-ന്റെ ടൂൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കണ്ടല്ലോ, കണ്ടില്ലേ? കണ്ടോ? ഓരോ ടൂൾ, എവിടെയാ ടൂൾ ഇരിക്കുന്നതൊക്കെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുക. ഫ്രീ ടൈം കിട്ടുമ്പോൾ ലാബിൽ പോയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുക. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇന്നലെ ഇവിടെ പോയിട്ട് ഇമേജ് എടുത്തു. ഇതാണല്ലോ ആ ഇമേജ് അല്ലേ? ഞാൻ ആ ഇമേജ് ആഡ് ചെയ്തു. ശരിയല്ലേ? അല്ലേ? ഇമേജ് ആഡ് ചെയ്യുന്നു. അപ്പോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 7 എണ്ണം കാണിച്ചു തന്നില്ലേ? അപ്പൊ ഈ ഇമേജ് ഇപ്പൊ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇതിന്റെ 7 എണ്ണം എവിടെ പോയി? നിങ്ങൾക്ക് ആ 7 എണ്ണം കാണണം. എന്ത് ചെയ്യാ, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഫോൾഡറിൽ ഏതല്ല, ഞാൻ FIUGP എന്നല്ലേ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കണം അല്ലേ? എവിടെ? യെസ് അല്ലെ, FIUGP അല്ലെ, ഇമേജ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. കണ്ടാ? നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പൊ ആ ഇമേജ് നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും, ഓരോ ബാൻഡും ആഡ് ചെയ്യുന്നു. അപ്പൊ Ctrl+Select ആഡ്. 7 വന്നു, 7 ഇമേജ് വന്നു. ഞാനിതിങ്ങനെ കണ്ടോ, 7 എണ്ണം വന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കോമ്പോസിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കോമ്പോസിറ്റ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കോമ്പോസിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. റൈറ്റ്. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുകയും ചെയ്യാം. ഒന്ന് കണ്ടോളൂ. ആ അപ്പൊ ഇവിടെ നമ്മൾ 7 ബാൻഡ് എന്ത് ചെയ്തു, അത് തന്നെ നിങ്ങൾ ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ബാൻഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ 7 ബാൻഡ് ഒന്നിച്ച് ചേർക്കാവുന്ന പ്രോസസ്സ്. അപ്പൊ ഇവിടെ മുകളിൽ എന്ത് ചെയ്യാതെടാ, ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താ സെർച്ച് ചെയ്യേണ്ടത്? ബാൻഡ് കോമ്പോസിറ്റ്. കാണുന്നുണ്ടാ? ഇത് ചെയ്യണം കേട്ടോ അവിടെ പോയിട്ട്. അപ്പോ ബാൻഡ് കോമ്പോസിറ്റ് ഇതില് ഡബിൾ ക്ലിക്ക് ചെയ്യും. ഈ ടൂള്, എന്താ ഈ ടൂളിന്റെ പേര്? ബാൻഡ് കോമ്പോസിഷൻ. അപ്പൊ ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ മൈനർ പഠിക്കുന്ന സമയത്ത് ബാൻഡ് കോമ്പോസിഷൻ ഉണ്ടാക്കിയിട്ടാണ് തന്നത്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബാൻഡ് കോമ്പോസിറ്റ് ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ഇതിൽ എക്സസൈസ് ആണ്, അതിനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ, ചെയ്യണത്. അപ്പൊ നമ്മൾ ഇതിലിവിടെ ഓരോ ബാൻഡ് ആയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. 1 2 3 4 5 6 7. ഇങ്ങനെ എന്ത് ചെയ്തു, 7 ബാൻഡും സെലക്ട് ചെയ്തു. കണ്ടല്ലോ അല്ലെ? ടൂള് ശ്രദ്ധിച്ചോളുക, കോമ്പോസിറ്റ് ബാൻഡ്. എന്നിട്ട് ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ ഡ്രൈവ് ആണ്. ഈ ഡ്രൈവില് എന്താണ് പേര്? FIUGP എന്ന് പറഞ്ഞ ഫോൾഡർ കാണുന്നുണ്ടോ? സെലക്ട് ചെയ്തു. ഞാനിതിന് ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ്, COM എന്ന് കൊടുത്തു. 1 സേവ് കൊടുത്തു. ഇതില് ഓക്കെ കൊടുത്തു. ഇതാണ്ടോ, അടിയിൽ റൺ ചെയ്തോ? ചില സമയത്ത് എറർ വരുമ്പോൾ വീണ്ടും ചെയ്യുക.
ഒന്നാണ്ടോ സക്സസ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ മെസ്സേജ് വരും, കോമ്പോസിറ്റ് ബാൻഡ്സ് സക്സസ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറർ ആണെങ്കിൽ ഇറർ മെസ്സേജ് വരും. അപ്പൊ ഇറർ എന്താണെന്ന് കണ്ടുപിടിക്കുക, ഇതിങ്ങനെ എടുത്തിട്ട് നോക്കുക കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഇത് നോക്കി, ഏതൊക്കെയാണ് ഇന്നലെ ഉണ്ടാക്കിയത്? അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഉണ്ടാക്കിയതായി. അപ്പൊ ഇതില് പ്രോപ്പർട്ടി പോവുക, ഇതിലിങ്ങനെ ഓരോന്ന് ജനറൽ, സോഴ്സ്, കീ, സിംബോളജി. അപ്പൊ ഇന്നലെ നമ്മൾ ഏതാ ചെയ്തത്? എന്തൊക്കെയാ ചെയ്തത്? വേണ്ട. അപ്പൊ നാച്ചുറൽ കർവ് എന്ന് പറയുമ്പോ ഫോർ വേണ്ട, ബാൻഡ് എടുക്കുക, 4 3 2 അപ്ലൈ കൊടുക്കുക. ഓക്കെ, കണ്ടോ? ഏത് കോമ്പോസിഷൻ ഉണ്ടാക്കേണ്ടത്? ഇത് നോക്കി പറഞ്ഞേ, ഉണ്ടാക്കണം. നിങ്ങൾ ഇതെല്ലാം കോമ്പോസിറ്റും ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. ഇവർക്ക് അറിയാം, അവർ കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക കേട്ടോ. ഇനി ഏത് കോമ്പോസിറ്റ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞേ, ഇതിൽ നോക്കിട്ട് പറ. അഗ്രികൾച്ചർ ഏതാ വേണ്ടത്? അഗ്രികൾച്ചറിന്റെ ഏതാണ്? 652. അപ്പൊ ഇതില് അഗെയിൻ പ്രോപ്പർട്ടീസ്, സിക്സ് ഫൈവ് ടു തന്നെയാണല്ലോ അല്ലെ? ഇത് 2 അല്ലേ? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ നോക്കാം. യെസ്, ദിസ് ആർ അഗ്രികൾച്ചർ അല്ലെ? ആരത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത്? ഒരാൾ പറഞ്ഞില്ലേ? അഗ്രികൾച്ചർ തന്നെ. ഇതാണ് വിചാരിക്കണ്ട, അത് അഗ്രികൾച്ചർ തന്നെ. അങ്ങനെ നോക്കണം, അല്ലാതെ നമുക്ക് പറയാൻ പാടില്ല. ഇത് ആലപ്പുഴയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ സെറ്റിൽമെന്റും, ഈ ഭാഗങ്ങളൊക്കെ അഗ്രികൾച്ചർ കേട്ടോ. ഈ ലൈറ്റ് ഷെയ്ഡ് വരുന്നത് അഗ്രികൾച്ചർ കേട്ടോ. ഇത് തിക്ക് വെജിറ്റേഷൻ ഈ ഭാഗങ്ങളിൽ, ഇത് അഗ്രികൾച്ചർ അല്ല. അപ്പൊ ഓരോ ഫീച്ചറും അറിയാൻ എന്ത് ചെയ്യണം? ഓരോ രീതിയിൽ നോക്കണം. ഇപ്പൊ നമ്മള് സ്പെക്ട്രൽ റെസൊല്യൂഷൻ പറഞ്ഞില്ലേ, ബാൻഡ് 1, ബാൻഡ് 2, ബാൻഡ് 3. ഓരോ ബാൻഡും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത് ലാൻഡ്സാറ്റിന്റെ. ഒന്ന് വായിച്ചേ. ബാൻഡ് 1 എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ. ഒരാൾ പറഞ്ഞ ഓരോ ബാൻഡ് ഏതൊക്കെയെന്ന് പറഞ്ഞേ. ബാൻഡ് 2 അവിടെ പറ, ഇവിടെ കയറി പറ വായിച്ചിട്ട്. എയറസോൾ, ബ്ലൂ, band 3 green, band 4 red, band 5 near infrared, band 6 short wave infrared, band 7 short wave infrared. ഓക്കെ, നമ്മൾ 7 ബാൻഡാണ് ഇതുവരെ ഉപയോഗിക്കുന്നത്. ഇതിന് മുകളിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ 7 ബാൻഡാണ് നിങ്ങൾ കണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. ഇവിടെ ഇത്രയും ഇതല്ലേ, ഇതിലെ ഓരോ ബാൻഡും എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ബാൻഡ് 1 എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ എറാസോൾ, ബാൻഡ് 2 എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആയിട്ട് നമുക്ക് കാണില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? RGS അല്ലെങ്കിൽ GIS സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് പ്രോസസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോ ഇത് ലാൻഡ്സാറ്റ് ഇമേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ലാൻഡ്സാറ്റോ സെന്റിൽ ഏത് വേണം ഉപയോഗിക്കാം. ലാൻഡ്സാറ്റ് ഇമേജ് നമുക്ക് ഓക്കെ, ഒരെണ്ണം മതി. നിങ്ങൾക്ക് ഒരു 30 മാർക്കിന്റെ പ്രാക്ടിക്കൽ അല്ലേ? അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി. ലാൻഡ്സാറ്റ് ഇമേജ് ആണ്. ലാൻഡ്സാറ്റിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, റേഡിയോമീറ്റർ റെസൊല്യൂഷൻ. ടെമ്പറൽ റെസൊല്യൂഷൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഒരു ഡേറ്റ് അടുത്ത ഡേറ്റ്. ഞാനൊരു ചെറിയൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് ടെമ്പറൽ റെസൊല്യൂഷൻ എന്താന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലിങ്ങനെ ഓരോ ഇമേജ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നു. നമ്മൾ അതിങ്ങനെ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇതേപോലെ എടുക്കുന്നു. നമുക്ക് ടെമ്പറൽ റെസൊല്യൂഷൻ കൂടെ എന്താന്ന് കാണിച്ചു തരാം.
വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എല്ലാവർക്കും അറിയാലോ, അറിയാലോ അല്ലേ? അറിയോ? അപ്പോ ഉം, എന്താണ് ടെമ്പറൽ റെസൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ സംഭവം, ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാണ്. ദെൻ അഗൈൻ ഒരു ഇമേജ് ആഡ് ചെയ്യാണ്. ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ഇമേജ് ആണ്. ദെൻ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ശേഷമുള്ള ഒരു ഇമേജ് കണ്ടോ? ലാൻഡ് സ്ലൈഡ് കാണുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ടോ? നിങ്ങൾ നാളെ ഇനി പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ. മനസ്സിലാകും? ഇതുപോലെ മാപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് പ്രൊജക്ട് ഒക്കെ വരുന്നുണ്ട് ഫോർത്ത് ഇയറിലേക്കൊക്കെ പോകുമ്പോൾ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇതിൽ ടെമ്പറൽ റെസൊല്യൂഷൻ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞ്, എങ്ങനെ വർക്ക് ചെയ്തത്? അവിടെ ഉള്ള ഒരു ഇമേജ് എടുത്തു, ലാൻഡ് സ്ലൈഡിന് ശേഷമുള്ള ഇത് കണ്ടോ? ലാൻഡ് സ്ലൈഡ് കാണുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ടോ? അതാണ് ടെമ്പറൽ റെസൊല്യൂഷൻ. ഉണ്ടോ? താഴേക്ക് ആ മണ്ണ് ഇങ്ങനെ ചിരണ്ടി വന്ന കണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മള് ഈ ഇമേജ് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെയും വയനാട്ടിൽ നിന്നുള്ളതുണ്ടോ? ആര്? ഈ വയനാടാ? എവിടെ നിന്റെ വീട്? വയനാട് ഈ ഭാഗത്ത് വല്ലതും ആണോ? അല്ല. ഇതാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പും, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ അത്യാവശ്യം സെറ്റിൽമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ശേഷം കണ്ടില്ലേ? മനസ്സിലാവുന്നില്ല? സോ ദാറ്റ് ഈസ് ടെമ്പറൽ റെസൊല്യൂഷൻ, സ്പേഷ്യൽ സ്പെക്ട്രൽ റേഡിയോമെട്രി. എങ്ങനെയാണ് കോമ്പോസിറ്റ് ഉണ്ടാക്കുന്നത്? ഓരോ കോമ്പോസിറ്റും ചെയ്തു നോക്കണം കേട്ടാ. ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ മറ്റേ ഗ്രൂപ്പിൽ നിന്ന് മറ്റേലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓരോ കോമ്പോസിറ്റും ഉണ്ടാക്കണം. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ച് ഒന്ന് പറഞ്ഞ നീ പറ. എന്തൊക്കെയാ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്? 4 റെസൊല്യൂഷൻ അല്ലേ? പഠിച്ചു വരുന്നു. 4 റെസൊല്യൂഷൻ, പിന്നെ ഡിഫറെന്റ് ബാൻഡ് കോമ്പോസിഷൻ, എങ്ങനെയാണ് ഒരു കോമ്പോസിറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് നോക്കി ചെയ്യുകയും ചെയ്യും കേട്ടോ. ക്ലിയർ? യെസ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം കേട്ടോ. ശരി. ഈ വയറ് ചവിട്ടാതെ പോയി.